ഒരു വാപ്പാനെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല. എന്താ കാര്യം? കുട്ടിയുടെ കുഴപ്പമല്ല, എഴുന്നേറ്റു നിൽക്കാൻ ആവശ്യമായ സംഗതികൾ വാപ്പാൻ്റെ അടുത്ത് ഇല്ലാത്തതാണ് പ്രശ്നം. ഒരു ഉസ്താദിനെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല. എന്താ കാര്യം? ബഹുമാനിക്കപ്പെടാൻ ഉസ്താദിന് യോഗ്യതയില്ല. ഒരു മാഷെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല. എന്താ കാര്യം? ബഹുമാനിക്കപ്പെടാൻ മാഷ്ക്ക് യോഗ്യതയില്ല, ടീച്ചർക്ക് യോഗ്യതയില്ല. അവനാൻ്റെ യോഗ്യതയാണ് പ്രശ്നം എന്നല്ല, വേറുള്ളവരെ യോഗ്യതയല്ല. സ്വന്തം യോഗ്യതയുണ്ടെങ്കിൽ, പഴയ കാലത്ത് പള്ളിക്ക് വാങ്ങിക്കൊടുക്കണം മൊല്ലാക്ക് അങ്ങനെ വരുന്ന കണ്ടാൽ പിഴക്കൊലയുമെന്ന് അറിയാതെ അങ്ങനെ അങ്ങോട്ട് പൊന്തുമായിരുന്നു. എന്തേ? മൊല്ലാക്കാക്ക് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് കാരണം. അപ്പോൾ അവനാൻ്റെ യോഗ്യതയാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് യോഗ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഹാനവറുകൾക്ക് തൻ്റെ മകനെ ഉപദേശിക്കാൻ പറ്റി. ഓരോരുത്തരും അവനാൻ്റെ യോഗ്യതയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അപ്പം എനിക്ക് ഇനിയും യോഗ്യത നേടാൻ പറ്റും. വേറൊരാളെ നന്നാക്കാൻ എനിക്ക് കഴിയൂല, എനിക്ക് നന്നാവാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ ഇനിയും മാറൽ ആവശ്യമാണ്, അതെങ്ങനെ വേണ്ടതെന്ന് ചിന്തിക്കണം. അപ്പോഴാണ് സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുക. അപ്പോൾ ആകർഷിക്കപ്പെടും. ഞാൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിനു സൽമാൻ അൽ ഫാരിസിയെ കുറിച്ചല്ല, സെയ്ദ് ഇബ്നു ഹാരിസയെ കുറിച്ച് പറഞ്ഞു. ഹാരിസ ജോലിക്ക് പോകുമ്പോൾ സെയ്ദിനെ കൊണ്ടുപോകും. ഉമ്മാക്ക് തീരെ കുട്ടിനെ കിട്ടുന്നില്ല. സെയ്ദിനെ തീരെ ഉമ്മാക്ക് കിട്ടൂല. ഒരു ദിവസം ഒന്ന് കുട്ടിനെ കൂടെ കിട്ടാൻ വേണ്ടി ഉമ്മ ഒരു ഐഡിയ എടുത്തു. ഉമ്മ ഒരു വിരുന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊരു വിരുന്ന് പോവുകയാണ് എൻ്റെ കുടുംബത്തേക്ക് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പോയിക്കോ, കുട്ടിനെ കൊണ്ടുപോകണ്ടായിരുന്നു. അതിൽ ഉമ്മ പറഞ്ഞു, ഞാൻ ആകെ പോകാൻ തീരുമാനിച്ചതിനെ കുട്ടിനൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്ന പറഞ്ഞു. അങ്ങനെ അവസാനം രണ്ടാളും കൂടിയും തിരക്കൂടി അവസാനം സമ്മതിച്ചു. നാളെ ഇന്ന് സെയ്ദ് വിരുന്ന് പോവുകയാണ്. അന്ന് വാപ്പ ജോലിക്ക് തന്നെ പോയില്ല. അങ്ങനെ ഒരു കച്ചവട സംഘത്തോടൊപ്പം ഉമ്മയും കുട്ടിയും ഇങ്ങനെ പോകുമ്പോൾ മൂപ്പര് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന അത്രയും ദൂരം നടന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ അവസാനം കണ്ണിന്ന് മരണ വരെ നോക്കിയിരുന്നു. അവസാനം മനല്ല മനസ്സോടെ ഇങ്ങനെ മടങ്ങിപ്പോന്നു. അവരിങ്ങനെ കച്ചവട സംഘത്തോടൊപ്പം സെയ്ദും ഉമ്മയും പോയി. അവരിങ്ങനെ കുറേ സഞ്ചരിച്ച് കുറേ ദൂരം പോയി. അവസാനം വിരുന്ന് പോയ സ്ഥലത്തെത്തി. കുടുംബക്കാരോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കടന്നുറങ്ങിയപ്പോൾ ഒരു വലിയ കൊള്ളസംഘം വന്നിട്ട് അവിടുത്തെ മുഴുവൻ സമ്പത്തും കൊള്ളടിച്ചു. കൂട്ടത്തിൽ നല്ലൊരു കുട്ടിനെ കിട്ടിയപ്പോൾ അവൻ കൊണ്ടുപോയി. അടിമകളെ വിൽക്കുന്ന പതിവുണ്ടെന്ന്. അപ്പോൾ കുട്ടിനെ കിട്ടിയാലും ആവശ്യമുണ്ട്. അവർ കൊണ്ടുപോയിട്ട് ത്വായിഫിനോട് ചേർന്ന് കിടക്കുന്ന ഉക്കാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ചന്തയുണ്ടായിരുന്നു അക്കാലത്ത്. ആ ഉക്കാദിൽ കൊണ്ടുപോയി കുട്ടിയെ വിറ്റു. കുട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായി. ഈ വിരുന്നൊന്ന കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഭയങ്കര വിഷമമാണല്ലോ. അവനാൻ്റെ കുട്ടികൾക്ക് പറ്റും പോലെ അല്ല അത്. അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും അന്വേഷിച്ചു. എല്ലാ അന്വേഷണവും പരാജയപ്പെട്ടു. ഒരു രക്ഷയില്ല. കുട്ടിനെ കിട്ടാനൊരു വഴിയില്ല. എങ്ങനെയപ്പം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നും അറിയില്ല. പോകല്ലാതെ രക്ഷയില്ല. അവസാനം സെയ്ദിൻ്റെ ഉമ്മ ഇങ്ങനെ തിരിച്ചു വരികയാണ് പെരേക്ക്. പെരയിലാണ് വന്നിട്ട് വാപ്പാടി വിവരാണ്ട് പറഞ്ഞേക്കിന് പെരേന്ന് ഒരൊറ്റ ഓട്ടം കണ്ട് ഓടിയിട്ടിങ്ങനെ ഓടി തളർന്ന ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നടന്നു. ഭ്രാന്തായി. കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കും, നിങ്ങൾ സെയ്ദിനെ കണ്ടോ? വല്ല കച്ചവട സംഘവും എവിടെയെങ്കിലും പോയി തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ ഉടനെ ഹാരിസ് അവിടെ ഓടിയെത്തും. നിങ്ങൾ എൻ്റെ പൊന്നാര മോൻ സെയ്ദിനെ കണ്ടോ എന്ന് ചോദിക്കും. ആരും കണ്ടില്ല. മനുഷ്യനും കണ്ടില്ല. കണ്ടതേയില്ല. ഭയങ്കര നിരാശയായി. നിരാശ കൂടുന്നതിനനുസരിച്ച് മുമ്പേക്ക് ഭ്രാന്ത് കൂടി. മനുഷ്യന്മാരോടൊന്നും ചോദിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടാതെ വന്നപ്പം മരങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. നീ എൻ്റെ മൃഗങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഒട്ടകമേ, നീ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ? പശുവോ, നീ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ? മരങ്ങളോടൊക്കെ ചോദിച്ചു. ഭ്രാന്തായി. ഭ്രാന്ത് കൂടിയാൽ പിന്നെ പാട്ടുപാടും. അങ്ങനെ ഹാരിസ ഒരു പാട്ടുകാരനായി ഇങ്ങനെ നടന്നു. ബക്കൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫഅൽ അഹയ്യും ഫയുർജാ അം അതദൂനഹുൽ അജൽ ഫവല്ലാഹി മാ അദ്രി വഇന്നി ലസായിലുൻ
അഗലക ബഅദിസ്സഹീലു അംഗാലകൽ ജബൽ ബഖൈതു അലാ സൈദിൻ. സൈദിനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കരയുകയാണ്. വലം അദ്രി മാ ഫഅൽ. സൈദിന് എന്തു പറ്റി എന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അഹയ്യുൻ, അവൻ ജീവിച്ചിരിപ്പുണ്ടോ? അം അത്താ ദൂനഹുൽ അജൽ, അതല്ല അവൻ മരിച്ചുപോയോ? സൈദ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഒരു ഐഡിയയും കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പാടി പറഞ്ഞു. പർവ്വതങ്ങളോട് ചെന്നിട്ടൊക്കെ പറയും, പർവ്വതമേ, മലയെ, പാറക്കല്ലേ, നിന്റെ അടിയിൽ എൻ്റെ മോൻ സൈദുണ്ടോ? സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോ എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരികയാണ്. കാറ്റിങ്ങനെ അടിച്ചു വീശുമ്പോ എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരികയാണ്. കാറ്റിങ്ങനെ തിരിച്ചു പോകുമ്പോഴും എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരികയാണ്. എനിക്കെൻ്റെ മോനല്ലാതെ വേറൊന്നും ഓർമ്മ വരുന്നില്ല. പാട്ടുപാടിയ ആൾ ഇങ്ങനെ നടന്നു, ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും. സൈദിനെ കൊണ്ടുപോയിട്ട് ഉഖാദ ചന്തയിൽ വിറ്റപ്പോ ഹക്കീം ബിൻ ഹുസാം എന്ന പേരായ ഒരാളാണ് അവിടുന്ന് വാങ്ങിയത്. ഹക്കീം ബിൻ ഹുസാം എന്ന് പറയുന്ന ആള് ഖദീജ ബീവിയുടെ കുടുംബക്കാരനാണ്. ആ അടിമനെ കൊടുത്തിട്ട് ഖദീജ ബീവിക്ക് കൊടുത്തു. നബിതങ്ങളോ ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടന്നപ്പോ നബിതങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി സയ്യിദ് എന്ന അടിമനെ ഏൽപ്പിച്ചു കൊടുത്തു. നബിതങ്ങൾ സയ്യിദിനെ സ്വതന്ത്രനാക്കി. അങ്ങനെയാണ് വളർത്തുപുത്രനാകുന്നത്. നബിതങ്ങളുടെ അടുക്കൽ സയ്യിദ് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഹാരിസയുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ കഅബ സന്ദർശിക്കാൻ വേണ്ടി മക്കത്ത് വന്നു. അവർ കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സയ്യിദ് ഉണ്ടായിക്കൂടെ ഇങ്ങനെ നടക്കണം. മോനെ സയ്യിദേ, എടാ ഞങ്ങളൊപ്പം പോരുകയാണെങ്കിൽ നാട്ടിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഞാൻ പോരുന്നില്ല. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എവിടെ നിൽക്കണത്, ആരോടെയാണ്, എന്താ പണിയെന്നൊക്കെ ചോദിച്ചു. ഇവിടെ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ വീട്ടിലാണ്, ജോലിയൊക്കെ സുഖാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു തിരിച്ചുപോയി. ഒരു യാത്രാ സംഘം യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ ഹാരിസ ഓടിച്ചെന്നു. ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളിൻ്റെ മോന് സയ്യിദിനെ കണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ അവർക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു പറഞ്ഞു. എവിടെ കണ്ടതെന്ന് ചോദിച്ചു. മക്കത്താണ് പറഞ്ഞു. മക്കയിൽ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ഹാരിസ വീട്ടിൽ പോയിട്ട് ഒരു ചാക്ക് കൊണ്ട് എടുത്തിട്ട് പെരയിലുള്ള വിലപിടിപ്പുള്ള എല്ലാ സാധനവും അതിലിട്ടു. വില കിട്ടണ എല്ലാ സാധനവും അതിലിട്ടു. തോളിലേറ്റിയിട്ട് മൂപ്പര അഞ്ചനെയും കൂട്ടിയിട്ട് മക്കത്തേക്ക് പോയി. മക്കയിൽ ചെന്ന് ഏതാണ് അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അന്വേഷിച്ചു. ആളുകൾ കാണിച്ചു കൊടുത്തു. അതാ കാണുന്ന ചെറിയ വീടാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചെന്നു. വാതിൽ മുട്ടി. നബിതങ്ങൾ പുറത്തു വന്നു. കയറിയിരിക്കൂന്ന് പറഞ്ഞു. അവർ കയറിയിരുന്നു. എന്തേ നിങ്ങൾ വന്നു എന്ന് ചോദിച്ചു. ഞങ്ങളെ മോന് സയ്യിദ് ഈ വീട്ടിൽ അടിമയായി ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എത്ര പണം വേണമെങ്കിലും വന്നിട്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ വിളിക്കാം. നിങ്ങളുടെ മോനല്ലേ, പണമൊന്നും തരണ്ട. അവൻ നിങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളി. എന്തിനാ പൈസ നിങ്ങളെ കുട്ടിനെ കൊണ്ടുപോവാൻ? അതുകൊണ്ട് ഞാൻ വിളിക്കാം. അവൻ നിങ്ങളുടെ കൂടെ പോരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോലോ. മോനെ സയ്യിദ്, ലബ്ബൈക യാ റസൂലല്ലാഹ്. സയ്യിദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു. എന്തിനാ മോനെ സയ്യിദ്, ഈ വന്നിരിക്കുന്ന രണ്ടുപേർ ആരാണെന്ന് നിനക്കറിയുമോ മോനെ? അള്ളാഹുവിൻ്റെ റസൂലേ, ഒന്നെൻ്റെ പിതാവ് സയ്യിദും ഒന്നെൻ്റെ പിതാവ് ഹാരിസയും മറ്റൊന്ന് എൻ്റെ എളാപ്പയുമാണ് നബിയെ. ഇവർ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയുമോ മോനെ? അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ കൊണ്ടുപോവാനാണ് അവർ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുത് നബിയേ. അത് പറഞ്ഞപ്പോ ഹാരിസ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, എത്രയും മോനെ സയ്യിദേ, എത്ര കാലമായടാ നിന്നെയും ആലോചിച്ചുകൊണ്ട് ഈ വാപ്പ നടക്കാൻ തുടങ്ങിയിട്ട്?
നിന്റെ ഉമ്മ നിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വീട്ടിലിരിക്കുകയാണ്. വാപ്പയായ എൻ്റെ അടുക്കലും നിന്റെ ഉമ്മയുടെ അടുക്കലും ഒരു മകനായി താമസിക്കുന്നതിനേക്കാൾ ഈ മുഹമ്മദിൻ്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടിമയായി താമസിക്കുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ കാലിൽ പെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സയ്യിദുനാ സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഉപ്പായുടെ അടുക്കൽ എനിക്കൊരു പ്രയാസവുമില്ല, എൻ്റെ ഉമ്മയുടെ അടുക്കൽ എനിക്കൊരു പ്രയാസവുമില്ല. പക്ഷേ എൻ്റെ ഉപ്പയുടെ അടുക്കലും എൻ്റെ ഉമ്മയുടെ അടുക്കലും ജീവിക്കുന്നതിനേക്കാൾ മനസ്സിന് സന്തോഷം തോന്നുന്നത് നിങ്ങളുടെ അടുക്കൽ അടിമയായി ജീവിക്കുന്നതിനാണ് നബിയേ. അതിനാൽ അങ്ങനെ പറഞ്ഞേക്കരുത് പ്രവാചകരേ. സ്വഭാവം നന്നായാലും ഒഴിഞ്ഞു പോകൂല എന്നർത്ഥം. ആര്? ഓരോരുത്തരും അവനാനെ പറ്റി തന്നെ ആലോചിക്കണം. മറ്റോൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നന്നായാൽ, വാപ്പാൻ്റെ സ്വഭാവം നന്നായാൽ, ഭാര്യൻ്റെ സ്വഭാവം നന്നായാൽ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നായാൽ എന്നാലോചിക്കരുത്. ഇൻ്റെ സ്വഭാവം നന്നായാൽ എന്നെ ആരും ഒഴിഞ്ഞു പോകൂല എന്ന് നമുക്ക് എപ്പോൾ ആലോചിക്കാൻ പറ്റുമോ അപ്പോൾ വിജയമാണ്.